അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മെയിൻ ഇക്വേഷൻസ് നോക്കാം. അതായത് എല്ലാ ഇക്വേഷനും നമുക്ക് അറിയാം. നല്ല ലാസ്റ്റ് നമ്മൾ ഈ അതായത് എക്സാം ബേസ് ആയിട്ട് എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ആ വലിയ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ഈ പറയാൻ പോണ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ചാൻസ് അല്ല, ഉറപ്പായിട്ടും ചോദിക്കും. 100% ഉറപ്പാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പൊ ആ ഒരു ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷനുമാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ നോക്കാം. അതായത് ഇവിടെ ഇക്വേഷൻ പറഞ്ഞപ്പോ രണ്ട് ആംഗിൾ, ഇപ്പോ എക്സ് എന്നും വൈ എന്നും രണ്ട് ആംഗിൾ എടുത്തു. ഈ രണ്ട് ആംഗിളിന്റെയും സൈൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സം എടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും, അതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും. അതുപോലെ കോസ് ഫംഗ്ഷന്റെയും സമ്മിന്റെയും ഡിഫറൻസിന്റെയും നോക്കാം. അങ്ങനെയാണ് ഇതിന്റെ രണ്ടിന്റെയും സൈൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സൈൻ എക്സും സൈൻ വൈയും ആണ്. ഓക്കെ, ഇങ്ങനെ സൈൻ എക്സും സൈൻ വൈയും എടുത്തിട്ട് ഇതിന്റെ സം ഭയങ്കര വരപ്പോ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ അല്ലെ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈ ഒരു ഫോർമാറ്റിൽ വരികയാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം, പഠിച്ചായിരുന്നു. 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് വെച്ചാൽ നമ്മള് ഇതുപോലെ സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഉണ്ട്, എല്ലാം ഒന്ന് എഴുതാം. സൈൻ എക്സ് മൈനസ് സൈൻ വൈ വരും. അത് സൈനിന്റെ ഇപ്പൊ പ്ലസ് വൈ മൈനസ് വൈ, അടുത്തത് കോസിന്റെ ആണ്. കോസ് എക്സ് പ്ലസ് കോസ് വൈ വരും. അത് കഴിഞ്ഞിട്ട് കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന് വരും. ഈ 4 ഇക്വേഷൻ. ഈ 4 ഇക്വേഷനിലും കോമൺ ആയിട്ടുള്ളത് 2 ഉണ്ട് കേട്ടോ. 2 ഇവിടെയും 2 ഉണ്ട്. 2 ഇവിടെ ആദ്യം സൈൻ വന്നു, രണ്ടാമത് കോസ് വന്നു. അതായത് എവിടെയാണ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈയിൽ ആദ്യം സൈൻ വന്നു, രണ്ടാമത് കോസ് വന്നു. ഇനി സൈൻ എക്സ് മൈനസ് സൈൻ വൈയിൽ ആദ്യം കോസ് ആണ് വരുന്നത്. 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2, അടുത്തത് സൈൻ വരും. സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. അപ്പൊ സൈൻ ഫംഗ്ഷന്റെ സമ്മിന്റെയും ഡിഫറൻസിന്റെയും കാര്യം കഴിയും. ഇനിയുള്ളത് കോസിന്റെ ആണ്. കോസ് എക്സ് പ്ലസ് കോസ് വൈയുടെ പ്രത്യേകത വെച്ചാൽ 2 എന്തായാലും കോമൺ ആയിട്ടുണ്ട്, രണ്ടും കോസിലാണ് വരുന്നത്. കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇക്വേഷൻ കോസ് എക്സ് മൈനസ് കോസ് വൈ. ഇവിടെ മാത്രം ഇവിടെ ഒരു 2 ഉണ്ട്, ഒരു പ്രത്യേകം വെച്ചാൽ മൈനസും കൂടി വരും. അതൊരു -2 ആണ് ആദ്യം വരുന്നത്. -2 രണ്ടും സൈനിലാണ് ഇത് എന്ത് ചെയ്യുന്നത്. സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, ഇത് കാണാൻ പഠിക്കണം. കാണാൻ പഠിച്ചു വയ്ക്കാനായിട്ട് ഒരു ഷോർട്ട് ഫോം ഉണ്ട്. ഇതെല്ലാം ഷോർട്ട് ഫോമിൽ ഇങ്ങനെ എഴുതാം. എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ 2SC, അതുപോലെ എസ് മൈനസ് എസ് എന്ന് പറഞ്ഞാൽ 2CS, സി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 2CCയും സി മൈനസ് സി എന്ന് പറഞ്ഞാൽ -2SS ആണ്. ഓക്കെ, അതായത് ഓക്കെ ഇത് മാത്രം കാണാൻ പഠിച്ചിരുന്നാൽ ഇതിന്റെ ബേസിൽ ഇത്രയും കാര്യങ്ങൾ ഇത് മാത്രം കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബേസിലോട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എസ് പ്ലസ് എസ് എന്ന് വെച്ചാൽ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആണ്. ആദ്യം പറയുന്ന ആളിന്റെ ആംഗിൾ എക്സും രണ്ടാം പറയുന്ന ആംഗിൾ എപ്പോഴും വൈ ആയിരിക്കും. അത് കഴിഞ്ഞ് അതിന്റെ ആൻസർ വരുമ്പോൾ 2AC എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സൈൻ, അടുത്തത് കോസ് ആണ്. അപ്പൊ സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 എല്ലാത്തിന്റെ ആംഗിൾ നോക്കിയേ. ആദ്യം പറഞ്ഞേക്കുന്നത് എക്സ് പ്ലസ് വൈ ബൈ 2 ആണ്, രണ്ടാം വന്നേക്കുന്നത് എക്സ് മൈനസ് വൈ ബൈ 2 ആണ്. എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ് നമ്മൾ ആംഗിൾ എടുത്തത്. ഈ ആംഗിളിന്റെ സം അപ്പൊ എക്സ് പ്ലസ് വൈ ആയി. അതിന്റെ ഹാഫ് വരുമ്പോഴത്തേക്കാണ് ബൈ 2 വരുന്നത് അല്ലെ. സമ്മിന്റെ ഹാഫ് ആണ് എക്സ് പ്ലസ് വൈ ബൈ 2. അപ്പൊ ഇത് ഡിഫറൻസ് അല്ലേ, ഡിഫറൻസിന്റെ ഹാഫ് ആണ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോ ആദ്യം വരുന്ന എല്ലാം സമ്മിന്റെ ഹാഫും രണ്ടാമത് വരുന്ന എല്ലാം ഡിഫറൻസിന്റെ ഹാഫും. ഇത്രയുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ എസ് പ്ലസ് എസ് എന്ന് വെച്ചാൽ 2SC. ഇത് ഉദ്ദേശിക്കുന്നത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്നാണ്. ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ, ആദ്യം എന്ത് വരും, സമ്മിന്റെ ആംഗിൾ വരും. അതായത് സമ്മിന്റെ ഹാഫ് വരും ആംഗിൾ. അത് ആംഗിൾ വെച്ചാൽ സമ്മിന്റെ ഹാഫ് സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2 എന്നാണ്. അപ്പൊ ഈ എല്ലാത്തിന്റെ ഷോർട്ടാണ് എഴുതിയേക്കുന്നത്. 2CS അങ്ങനെ -2SS -2SS സി മൈനസ് സി, അതായത് കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന് പറഞ്ഞാൽ -2SS, അതായത് -2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇത്രയാണ് ഈക്വേഷൻ. അടുത്ത ഈക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. നമുക്ക് ഒരു പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് സൈൻ 2x പ്ലസ് 2 സൈൻ 4x പ്ലസ് സൈൻ 6x ഈക്വൽ ടു 4 കോസ് സ്ക്വയർ എക്സ് സൈൻ 4x എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് നമ്മുടെ ഡിഫറൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഷോ ദാറ്റ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ്, തന്നേക്കുന്ന ഇക്വേഷൻ, തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതുപോലെ ഷോ ചെയ്ത്, അതായത് LHSഉം RHSഉം എടുത്ത് തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് അല്ലെങ്കിൽ ഇക്വേഷനെ എടുത്ത് ആ തന്നേക്കുന്ന പോലെ ഷോ ചെയ്ത് മാത്രം മതി.
പക്ഷെ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന കാര്യങ്ങൾ അതുപോലെ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതായത് LHS-നെ കറക്റ്റ് ആയിട്ട് LHS അല്ലെങ്കിൽ RHS എടുത്ത്, ഇപ്പൊ LHS ആണ് എടുക്കുന്നതെങ്കിൽ RHS ആയിട്ട് പ്രൂവ് കാണിക്കണം, അല്ലെങ്കിൽ RHS എടുത്ത് LHS പ്രൂവ് ചെയ്യണം. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനിൽ LHS തന്നെയാണ് എടുക്കുന്നത്, നമുക്ക് ഇവിടെ LHS ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ 3 ടൈം ഉണ്ടല്ലേ. അപ്പോ നമുക്ക് എപ്പോഴും നമ്മുടെ കിട്ടേണ്ട പ്രൂവ് ചെയ്യേണ്ട ആൻസർ ഏതായാലും നോക്കിക്കോളണം. അതായത് ഇവിടെ സൈൻ ഒരു 4x ഉണ്ട്, അപ്പൊ ഇവിടെ സൈൻ 4x ഉണ്ടോന്ന് നോക്കണം. ഉണ്ട്. അപ്പോൾ ഈ സാധനം അവിടെ ഇട്ടിട്ട് ബാക്കി രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ, ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തെറ്റായിരിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വലിയ നമ്പറിന്റെ അടുത്ത് ആദ്യം എഴുതാൻ ശ്രമിക്കുക. അതായത് വലിയ നമ്പർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 2x-ഉം ഈ 6x-ഉം, അതായത് സൈൻ 6x-ഉം സൈൻ 2x-ഉം കൂടെയാണ് ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വലിയ ആംഗിൾ 6x ആണ് അല്ലേ. നമ്മളിപ്പോ കൊച്ചിലെ പോലെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയാമെങ്കിൽ കൂടി കൂട്ടാൻ പറഞ്ഞാൽ എല്ലാവരും കറക്റ്റായിട്ട് കൂട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറയ്ക്കാൻ പറഞ്ഞാൽ എവിടെയും കൊണ്ടിട്ടൊക്കെ തെറ്റിക്കും. അപ്പോൾ തെറ്റായിരിക്കാനുള്ള വഴിയാണ് വലിയ നമ്പർ ആദ്യം എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ x+y നമുക്ക് y+x എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് ഈ 6x, അപ്പൊ LHS ഇതിന് ആദ്യം എഴുതാം. സൈൻ 6x ആദ്യം എഴുതി, രണ്ടാമതായി ഇവിടെ എഴുതി സൈൻ 2x, പിന്നെ ഉള്ളത് ഇതാണ് പ്ലസ് 2 സൈൻ 4x. ഓക്കെ, അപ്പൊ ഇവനെ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പോകും. കുഴപ്പമൊന്നുമില്ല, തന്നേന്ന് ഓർഡറിനെ ഒന്ന് മാറ്റി എഴുതിക്കുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഫോർമാറ്റ് ആയില്ലേ. അതായത് എക്സ് എന്ന ആംഗിളിന്റെ സ്ഥാനത്ത് 6x-ഉം അതുപോലെ y എന്ന ആംഗിളിന്റെ സ്ഥാനത്ത് 2x-ഉം ആണ്. അതായത് S+S ഫോർമാറ്റ് ആണ്. നമ്മളൊരു ഷോർട്ട് ഫോം പഠിച്ചായിരുന്നു നേരത്തെ. S+S എന്താണ്? S+S എന്ന് വെച്ചാൽ 2SC ആണ് അല്ലെ. അപ്പൊ ചെയ്ത് നോക്കാം. അപ്പൊ 2SC അതായത് സൈൻ 6x പ്ലസ് 2x/2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിളിന്റെ സമ്മിന്റെ ഹാഫ് ആണ് ആദ്യം വരുന്നത്. അതാണ് രണ്ട് ആംഗിൾ, അതായത് ഈ 6x-ഉം 2x-ഉം അതിന്റെ സമ്മ് പിന്നെ ഹാഫ് വന്നു ഇൻറ്റു കോസ്, ഡിഫറൻസിന്റെ ഹാഫ് വരും അല്ലേ. അപ്പൊ 6x മൈനസ് 2x വരും, അതിന്റെ ഹാഫ്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. പ്ലസ് ഇവിടെ ഈ 2 സൈൻ 4x അതുപോലെ എഴുതുക, 2 സൈൻ 4x. ഓക്കെ, ചെയ്ത് നോക്കാം. സിമ്പിൾ. ഇത് രണ്ട് കൂട്ടുമ്പോൾ 8x കിട്ടും. അതിന്റെ ഹാഫ് എടുക്കുമ്പോഴത്തേക്ക്, അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, ഈ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. അതുപോലെ ഈ 2 ഈ 2 ആയിട്ടും അതുപോലെ ഈ 2 ഈ 2 ആയിട്ടും ഒരിക്കലും ഡിവൈഡ് ചെയ്ത് വെക്കരുത് കേട്ടോ. അതൊക്കെ ഒരിക്കലും അങ്ങനെ ചെയ്ത് വെക്കാതൊക്കെ മണ്ടത്തരമാണ്. അതായത് നമ്മൾ എപ്പോഴും ആംഗിളിനകത്തുള്ള കാര്യങ്ങൾ വെളിയിലോട്ട് ആരുമായിട്ട് ഒന്നും മിങ്കിൾ ചെയ്യാൻ പാടില്ല. ഇൻറ്റു ചെയ്യാനോ കൂട്ടാനോ കുറേ ഒന്നും ചെയ്യാൻ പാടില്ല. ആംഗിളിനകത്ത് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അത് മാത്രം ചെയ്യാം. അതായത് ഈ 2 ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ബൈ ടു ഒക്കെ ഇതിന്റെ ആംഗിൾ ആണ്, ഈ ബൈ 2 ഇതിന്റെ ആംഗിൾ ആണ്. അത് വെളിയിലുള്ള ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇൻറ്റു ചെയ്ത് വെക്കാനോ ഡിവൈഡ് വെക്കാനോ പോലും. ഓക്കെ, അപ്പൊ 6x 2x കൂടെ കൂട്ടുമ്പോൾ 8x, അതിന്റെ ഹാഫ് എടുക്കുമ്പോഴത്തേക്ക് 4x. അപ്പൊ 2 സൈൻ 4x ഇവിടെ കുറയ്ക്കാനാണ്. അപ്പോ കുറയ്ക്കുമ്പോഴത്തേക്ക് 6x 2x കുറയ്ക്കുമ്പോൾ 4x വരും. ആ 4x/2 എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പൊ കോസ് 2x. അപ്പൊ ഇത് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇതുണ്ട്, ഇത് വിട്ടുപോരുത്, 2 സൈൻ 4x ഉണ്ട്. ഓക്കെ, ഇതൊരു ടൈം ഇതൊരു ടൈം ആണല്ലേ. ഈ രണ്ട് ടൈമിലും കോമൺ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ ഒരു 2 ഉണ്ട്, പിന്നെ സൈൻ 4x ഉണ്ട് അല്ലെ. 2 സൈൻ 4x നമുക്ക് കോമൺ എടുക്കാം. 2 സൈൻ 4x കോമൺ എടുക്കാം. ഓക്കെ, 2 എടുത്തു, സൈൻ 4x എടുത്തു. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? കോസ് 2x മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോവാം. ആരെ കണ്ടു? ഒരു പ്ലസിനെ കണ്ടു. ഈ 2 സൈൻ 4x ഫുള്ളിങ് എടുത്തു. ഇനി അവിടെ ആരുമില്ല. ആരുമില്ലെങ്കിൽ അവിടെ 0 എന്ന് എഴുതി വെക്കരുത്, 1 ആണ്. നമ്മൾ കോമൺ എടുക്കാന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഇവിടെ എല്ലാത്തിന്റെ കൂടെ ഒരു ഇൻറ്റു 1 ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ഈ 2 സൈൻ 4x എടുത്താൽ പിന്നെ അവിടെ ഉള്ള എന്താണ്? 1 ആണ്. ഒരിക്കലും 0 എന്ന് എഴുതി വെക്കരുത് കേട്ടാ. +1 ഇപ്പോഴും ഇങ്ങനെ എഴുതുന്നവരുണ്ട്, അതുകൊണ്ട് പറയുന്നത്. 1 ആണ് ബാലൻസ് ഉള്ളത്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം ഈ 2 സൈൻ 4x അതുപോലെ എഴുതിയിട്ട് ഇവിടെ നോക്കിയേ, കോസ് 2x. കോസ് 2x നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തന്നേക്കുന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കുള്ള ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ആൻസർ ഈ കിട്ടുന്ന സാധനത്തിനെ ബേസ് ചെയ്ത് ഈ ഇക്വേഷനെ അതിനെ ബേസ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നോക്കിയേ, ഇവിടെ +1 കോസ് 2x +1. നമുക്ക് ഈ +1 വേണ്ട. ആ +1 ക്യാൻസൽ ആയി പോണെങ്കിൽ അതിന്റെ കൂടെ ഒരു -1 വരണം അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് -1 വരണമെങ്കിൽ ഈ കോസ് 2x-ന് -1 വരുന്ന ഇക്വേഷൻ ഉണ്ടാകുന്ന വേണം. അങ്ങനത്തെ ഇക്വേഷൻ ഉണ്ടല്ലേ, ആ ഇക്വേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. എന്താണ് ഇക്വേഷൻ? 2 cos² x -1. കോസ് 2x-ന് 3 ഇക്വേഷൻ ഉള്ളതിൽ പഠിച്ചു, 3 അല്ല 4 ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻസിൽ -1 വരുന്ന ഇക്വേഷൻ ആണ് നമുക്കിവിടെ ആവശ്യം. എന്തുകൊണ്ടെന്ന് മനസ്സിലായല്ലോ.
എന്നാലേ ഈ ആ -1 ഈ +1 ക്യാൻസൽ ആയി പോകത്തുള്ളൂ. അപ്പോൾ cos 2x നമ്മൾ -1 വരുന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ആ ഇക്വേഷൻ ഏതാണ്? 2 cos square x -1. അപ്പൊ ഈ cos 2x ഇക്വേഷൻ ആണ് 2 cos square x -1. പിന്നെ ഈ +1. ഓക്കെ, ഈ -1 +1 ക്യാൻസൽ ആയി പോയി. പിന്നുള്ള അതുപോലെ എടുത്തെഴുതിയ പിന്നെ എന്തൊക്കെയുള്ളത്? 2 sin 4x പിന്നെ എന്താ ഉള്ളത്? ഇൻറ്റു 2 cos square x. ഇത് ക്യാൻസൽ ആയി പോയല്ലോ. 2 × 2 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കാം. ഈ 4 ആയിട്ട് ഒന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം ഈ 4 എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിന്റെ കൂടെ വരുന്നതാണ്. ഈ 2 × ഈ 2 4 sin x cos square x. നമ്മുടെ ആൻസർ ആയോ നോക്കിയേ. ഓർഡർ മാത്രം മാറ്റി എഴുതിയാൽ ഇപ്പൊ x × y നമുക്ക് y × x എഴുതാവുന്ന പോലെ ഇതിനെ നമുക്ക് ജസ്റ്റ് മാറ്റി എഴുതാം. 4 ആദ്യം എഴുതി, ഇത് ആദ്യം എഴുതി, cos square x പിന്നെ sin 4x. ഇത് തന്നെയല്ലേ നമ്മുടെ RHS. ഓക്കെ, 4 cos square x sin 4x ഇത്രേ ഉള്ളൂ, ഈക്വൽ ടു RHS. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്തിട്ടുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോകാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. പ്രൂവ് ചെയ്യാനാണ്. cos 4x plus cos 3x plus cos 2x whole by sin 4x plus sin 3x plus sin 2x equal to cos 3x, സോറി cot ആണ് കേട്ടോ, cot 3x എന്ന് പ്രൂവ് ചെയ്യാനാണ്. നോക്കാം, നമുക്ക് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്. നോക്കിക്കോ. അപ്പൊ നമുക്ക് കിട്ടേണ്ട ആൻസർ നോക്കിയാൽ cot 3x ആണല്ലേ, ആംഗിൾ 3x ആണ്. അപ്പൊ ഇവിടെ 3x വരുന്ന ആംഗിൾ ഇവിടെ വല്ലതും ഉണ്ടോ നോക്കിക്കോളൂ. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു cos 3x ഉണ്ട്, താഴെ sin 3x ഉണ്ട്. അപ്പോ അത് രണ്ടും ഒഴികെ ബാക്കി രണ്ടും കൂടി മേളിലും താഴെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കാം. അപ്പോ ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. അതായത് ഇവിടെ 4x ഉണ്ട്, 2x ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ കണക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും വലിയ ആംഗിളിൽ ആദ്യം എഴുതാൻ ശ്രമിക്കുക, തെറ്റായിരിക്കാനായിട്ട്. ഇവിടെ ആരെ കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് വലുതിനെ തന്നെ എഴുതാം. LHS ഈക്വൽ ടു ഇതിനെയും കൂടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അതുപോലെ ഇവിടെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് സൈനും ഇത്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ cos 4x പ്ലസ് ഇത് cos 2x ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തു. പ്ലസ് പിന്നെ ബാലൻസ് ഇവിടെ ആരുണ്ട്? cos 3x എഴുതാൻ വിട്ടുവരുത്, cos 3x ഹോൾ ബൈ ഇതും കൂടി sin 4x പ്ലസ് sin 2x പ്ലസ് ലാസ്റ്റ് ഒരു sin 3x ബാക്കിയുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണതല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇപ്പൊ ഇത് ഫോർമാറ്റ് ഏതായി? C + C ഫോർമാറ്റ് ആയി അല്ലേ? cos പ്ലസ് cos x പ്ലസ് cos y ഫോർമാറ്റ് ആയി. അതുപോലെ ഇവിടെ sin x പ്ലസ് sin y ഫോർമാറ്റ് ആയി. അപ്പൊ മോളില് C + C ഫോർമാറ്റ്. C + C എന്ന് വെച്ചാൽ നമുക്കറിയാം 2cc ആണ്. അതുപോലെ S + S എന്ന് പറഞ്ഞാൽ 2sc ആണ്. നമുക്ക് അപ്ലൈ നോക്കാം. അപ്പോ ആംഗിൾ എക്സിന്റെ സ്ഥാനത്ത് 4x ഉം ഒയുടെ സ്ഥാനത്ത് 2x ആണ് കിടക്കുന്നത്. ഗ്രൂപ്പ് ചെയ്ത് നോക്കാം. ഇതിന്റെ ആൻസർ എന്ത് വരും? അപ്പൊ C + C എന്ന് പറഞ്ഞാൽ 2cc ആണ്. അപ്പൊ 2 cos ആംഗിളിന്റെ സമ്മിന്റെ ഹാഫ്, സം എഴുതി അതിന്റെ ഹാഫ് ഇൻറ്റു വീണ്ടും കോസ് തന്നെ വരും. അടുത്ത ഡിഫറൻസിന്റെ ഹാഫ് ആണ്. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് ഇവൻ ബാലൻസ് ഉണ്ട് പ്ലസ് cos 3x. അതുപോലെ താഴെ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോ S + S ആയതുകൊണ്ട് 2sc വരും. അപ്പോ 2 sin സമ്മിന്റെ ഹാഫ് 4x + 2x/2 ഇൻറ്റു കോസ് വരും. കോസ് ഡിഫറൻസിന്റെ ഹാഫ് വരും, 4x - 2x/2 പ്ലസ് പിന്നെ ഒരാൾ ബാലൻസ് ഉണ്ട്, അതാണ് sin 3x. ഓക്കെ, ഇവിടെ വെച്ച് ഈ 2 × 2 കൂടെ വെട്ടിക്കളയരുത്. കാരണം ഇവിടെ ഒരു പ്ലസ് വേറൊരു ടൈം കിടപ്പുണ്ട് രണ്ടിടത്തും. അതുകൊണ്ട് അങ്ങനെ വെട്ടരുത്. എല്ലാം ഇൻറ്റു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെട്ടിക്കളയാറുണ്ട്. പക്ഷേ അങ്ങനെ വെട്ടാൻ പറ്റില്ല ഇവിടെ. അപ്പൊ നോക്കി, ഇത് എത്ര കിട്ടും? 4x + 2x 6x കിട്ടും. അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ 3x. അപ്പോ 2 cos 3x ഇൻറ്റു കോസ്, ഇത് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 2x വരും. അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ x ആണ് വരുന്നത്. ഓക്കെ, പ്ലസ് പിന്നെ ബാലൻസ് ഇവിടെ ഉള്ളത് cos 3x ആണ്. അതേപോലെ തന്നെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത താഴെ ഇവിടെ അതുപോലെ വരും. 2 sin ഡിഫറൻസ് സമ്മിന്റെ ഹാഫ് 6x 4x + 2x 6x/2 അപ്പൊ 3x വരും. sin 3x ഇൻറ്റു കോസ് ഡിഫറൻസിന്റെ ഹാഫ് വരുമ്പോഴത്തേക്ക്
കുറയ്ക്കുമ്പോഴത്തേക്ക് 2x/2x വരും പ്ലസ് sin 3x ബാലൻസ് ഉണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കോമൺ എടുക്കാൻ പറ്റും നോക്കാം. ഇവിടെ നോക്കിയാൽ കോമൺ എടുക്കാൻ ഈ ഒരു ടൈമില് cos 3x ഉണ്ട്, ഇവിടെയും cos 3x, അപ്പൊ അത് കോമൺ എടുക്കാം. അതുപോലെ താഴെ sin 3x ഉണ്ട്, ഇവിടെ sin 3x, അത് കോമൺ എടുക്കാം. അപ്പൊ മുകളിൽ നമുക്ക് cos 3x കോമൺ എടുക്കാം, cos 3x കോമൺ എടുക്കാം. ബാക്കി ആരൊക്കെ ഉണ്ടോ നോക്കിയാൽ അങ്ങോട്ട് പോകണം, ആരൊക്കെ ഉണ്ടോ നോക്കണം. 2 ഉണ്ട്, cos 3x നമ്മൾ എടുത്തായിരുന്നു. പിന്നെ ആരുണ്ട്, cos x ഉണ്ട്, പ്ലസ് ഇവിടെ cos 3x നമ്മൾ എടുത്തായിരുന്നു അല്ലേ, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരുണ്ട്, ഒന്നുമില്ലെങ്കിൽ അർത്ഥം 1 എന്നാണ്. ബൈ ഇവിടെ നമ്മൾ എടുത്തത് sin 3x ആണ് എടുക്കാൻ പോകുന്നത്. എന്നാൽ രണ്ടിലും sin 3x ഉണ്ട്. അപ്പോൾ sin 3x എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്, ഒരു 2 ഉണ്ട്, sin 3x നമ്മൾ എടുത്തു, cos x ഇവിടെ ഇനി ഒന്നുമില്ല, അതിന്റെ അർത്ഥം 1 എന്നാണ്. ഓക്കെ, ഇപ്പൊ നോക്കിയാൽ cos 3x ഇവിടെ ഇൻറ്റു ആണല്ലേ, ഇൻറ്റു 2 cos x പ്ലസ് 1, ഇത് ഒറ്റ ടൈമാണ്, അതിന് ഈ ടൈമാണ് ഇൻറ്റു ചെയ്തേക്കുന്നത്. അതുപോലെ ഈ ഒരൊറ്റ ടൈമിന് ഇതുകൊണ്ട് ഇൻറ്റു ചെയ്തേക്കണം. എല്ലാം ഇൻറ്റു ആയിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. നോക്കിയാണ് മുകളിൽ 2 cos x പ്ലസ് 1, 2 cos x പ്ലസ് 1 താഴെ, ഇത് രണ്ടും വെട്ടിപ്പോലെ 2 cos x പ്ലസ് 1, 2 cos x പ്ലസ് 1 ക്യാൻസൽ ആയിപ്പോയി അല്ലെ. പിന്നെ എന്താ ബാലൻസ് ഉള്ളത്, cos 3x ബൈ sin 3x ആണ് ബാലൻസ് ഉള്ളത്. cos 3x ബൈ sin 3x നമുക്കറിയാം, cos ബൈ sin ആരാണ്, അതായത് tan കിട്ടണമെങ്കിൽ sin ബൈ cos, sin തീറ്റ, sin x ബൈ cos x എന്ന് വെച്ചാൽ tan x ആണല്ലേ. അപ്പൊ അത് തിരിച്ചിടുന്നത് തീർച്ചയായിട്ടും tan റെസിപ്രോക്കൽ ആയിരിക്കുമല്ലോ. ഏതായിരിക്കും, cos x നെ sin x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് cot x ആണ് എപ്പോഴും കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാലോ, cos 3x ആംഗിൾ സെയിം ആയിരിക്കണം കേട്ടോ, ബൈ sin 3x, ആൻസർ എന്ത് വരും, cos ബൈ sin എന്ന് വെച്ചാൽ cot ആണ്, ആംഗിൾ സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ എഴുതിക്കുക, ഒരു കുഴപ്പമില്ല. cot ആംഗിൾ 3x കിട്ടിയതല്ലേ നമ്മുടെ ആൻസർ, cot 3x, ഇത്രേ ഉള്ളൂ, ഈക്വൽ ടു RHS. ഈ ക്വസ്റ്റ്യൻ അത്രയും പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾക്ക് ബന്ധപ്പെടുന്ന കാര്യമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ വലിയ മാർക്കിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്, അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വേറെ ദിവസം വരാം. അപ്പൊ തൽക്കാലം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. ഓക്കെ, ബൈ.